ഗുഡ് മോർണിംഗ് ടു ഓൾ. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ BPAG 172 ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ൻ്റെ ടൈറ്റിൽ ഗവേണൻസ് ഫ്രെയിം വർക്ക് ഇൻ ഇന്ത്യ. നമുക്കറിയാമല്ലേ, വി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ സിറ്റിസണാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഗവേണൻസ് നടക്കുന്നത്, എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം, ഇന്ത്യയുടെ ഭരണകൂടം എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ജസ്റ്റ് ഇമാജിൻ ഓർ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇന്ത്യ, അത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഭരണകൂടത്തെ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കിത് കൃത്യമായി ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, എന്തിനു ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ ഭരണകൂടം ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എവിടെ നിന്ന് വന്നതാണ്? ഡെഫിനറ്റ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിട്ടൺ ബൈ അംബേദ്കർ, അല്ലേ? അംബേദ്കർ എഴുതിയ ആ ഒരു ഭരണകൂടം, നല്ലൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്. അതിൽ നിന്നാണ് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനും വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ അത് തന്നെയാണ് ആദ്യം പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ പാർലമെൻറ്റിൻ്റെ കീഴിൽ റോൾ ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അങ്ങനെ. അപ്പോൾ ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ ആ ഒരു ഹയർ സ്ട്രാറ്റ് തൊട്ട് ലോവർ സ്ട്രാറ്റ് വരെയുള്ള കാര്യങ്ങൾ, എങ്ങനെ ഭരണം സാധാരണക്കാരിലേക്ക് വരെ എത്തുന്നു എന്നതിൻ്റെ ആ ഒരു ഓർഡർ തന്നെയാണ് ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ്? നോബഡി ഈസ് അബവ് ലോ, അല്ലെ? നിയമത്തിന് മുകളിൽ ആരും തന്നെ ഇന്ത്യയിലില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് സിവിൽ റൈറ്റ്സ്, പ്രൊവൈഡ്സ് ഈക്വാലിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ. ഗവേണൻസ് ഇൻ ഇന്ത്യ പ്രൊവൈഡ്സ് എ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? സിവിൽ റൈറ്റ്സ്. അറ്റ് ദ സെയിം ടൈം ഈക്വാലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ കാസ്റ്റിൻ്റെ പേരിലോ ക്ലാസിൻ്റെ പേരിലോ ജെൻഡറിൻ്റെ പേരിലോ ക്രീഡിൻ്റെ പേരിലോ ഒന്നും ഇവിടെ തരംതിരിവ് പാടില്ല, വേർതിരിവ് പാടില്ല. ഇവിടെ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. അതുപോലെ തന്നെ ഗവേണൻസ് എങ്ങനെയാണ്? ഇന്ത്യയുടെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി തന്നെയാണ് ഇവിടുത്തെ ഭരണവും നടത്തുന്നത്. സോ അതാണ് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി ഈസ് ദ ഫസ്റ്റ് വൺ. സോ ദ ഫസ്റ്റ് സബ് ടൈറ്റിൽ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. ആക്ച്വലി ഇന്ത്യയുടെ ആ ഒരു അപ്പർ സ്ട്രാറ്റയിലെ ഈ ഒരു ഭരണകൂടത്തിൻ്റെ ഓർഡർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭരണം ജനങ്ങളിലേക്ക് എത്തുന്ന ആ ഓർഡർ നോക്കുമ്പോൾ ദ മെയിൻ തിങ് ഈസ് ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സുപ്രീം വൺ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തത്? നവംബർ 26, 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ദെൻ 1950 നിലവിൽ വരുന്നത്. BR അംബേദ്കർ ആണ്. ആരായിരുന്നു? ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചീഫ് ആർക്കിടെക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഫീൽ ദാറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വർക്കബിൾ, അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വർക്കബിൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. It is flexible and strong enough to hold the country together in peacetime and wartime. എന്താണ് ഇത്? ഫ്ലെക്സിബിൾ ആണ്, വളരെ ഫ്ലെക്സിബിൾ ആണ്, അല്ലാതെ റിജിഡായ ഒന്നുമല്ല. ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആണ്. എന്തിന്? ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ, അത് പീസ് ടൈം ആയാലും വാർ ടൈം ആയാലും ഒരുമിച്ച് കൂട്ടാനുള്ള ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്തിനുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനുണ്ടെന്ന് ആര് പറഞ്ഞു? BR അംബേദ്കർ പറഞ്ഞു. Indeed, if I may so, if things go wrong under the new constitution, the reason will not be that we had bad constitution, but we'll have to say is that man was wild. He has blamed that a good constitution may not lead to democratic governance, but the quality of a good governance is suggested by the state and its act is following our preamble, liberties, justice, fraternity and equality. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു പക്ഷേ ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഒരു ഡെമോക്രാറ്റിക് ഗവേണൻസിലേക്ക് എത്തിക്കില്ല, അല്ലെ? ഒരു നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഭരണം അവിടെ നടക്കാൻ പറ്റൂ? ഇപ്പം നടന്നു എന്ന് വരില്ല. പക്ഷേ ഒരു ഗുഡ് ഗവേണൻസിനെ അത് സാധിക്കും. എന്ന് വെച്ചാൽ സ്റ്റേറ്റും അതിൻ്റെ ആക്ടേഴ്സും നല്ല രീതിയിൽ പ്രിയാമ്പിളിനെ ഫോളോ ചെയ്ത്, ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രാറ്റേണിറ്റി, ഈക്വാലിറ്റി എന്ന് പറഞ്ഞ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ ഫോളോ ചെയ്ത് ഇവിടെ ഭരിക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണം ഇവിടെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ.
The Constitution decides power, function, and jurisdictional boundaries of state legislature, executive and judiciary, and some particular rights, remedies, and responsibilities for its citizen. അപ്പോൾ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത്? പവർ. ഫസ്റ്റ് വൺ ഈസ് പവർ. ദെൻ ഫങ്ഷൻസ് ആൻഡ് ജുറിസ്ഡിക്ഷണൽ ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. എന്താണ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ, അതുപോലെ ജുഡീഷ്യറി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇതിൻ്റെ ഫങ്ഷൻ, അതുപോലെ ബൗണ്ടറീസ് ആര് ഫിക്സ് ചെയ്യുന്നു? ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. ദെൻ ചില അവകാശങ്ങൾ, ചില റെമഡീസ്, ചില ഉത്തരവാദിത്തങ്ങൾ ആർക്ക്? സിറ്റിസന്. നമുക്കറിയാം റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അത് നമ്മുടെ അവകാശങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം ലോട്ട് ഓഫ് വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. വി ഹാവ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓൾസോ. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സം സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ഡ്രാഫ്റ്റഡ് ബൈ ദ റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ മിനിസ്ട്രീസ്. അതുപോലെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ചില ഡിപ്പാർട്ട്മെൻറ്റ്സും മിനിസ്ട്രീസും ആയിരിക്കും. അതുപോലെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ, അതുപോലെ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജുഡീഷ്യറിയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ ആരെങ്കിലും അവകാശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഹു ഇസ് ദെയർ ഫോർ അസ്? എന്താണ്, നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. കോർട്ട് വഴി കംപ്ലൈൻറ്റ് ചെയ്ത് നമ്മുടെ അവകാശം നേടിയെടുക്കാനുള്ളതും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസി. നെക്സ്റ്റ് വൺ ഈസ് പാർലമെൻ്ററി സിസ്റ്റം. സോ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലെ സെക്കൻഡ് ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റിൽ ആരൊക്കെയുണ്ട്? ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പവർ എന്ന് വെച്ചാൽ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ള പവർ അധികാരത്തിൽ കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് ലെജിസ്ലേച്ചറിലൂടെ എന്ന് വെച്ചാൽ നിയമം ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ പാർലമെൻറ്റിലൂടെയാണ്. വി നോ ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ, അല്ലെങ്കിൽ ന്യൂ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരണമെങ്കിൽ ആ ഡിസിഷൻ എവിടെയാണ് കൊണ്ടുവരുന്നത്? ഈ പാർലമെൻറ്റിലാണ്. ദ പാർലമെൻറ്റ് ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ബിൽസ്, ഡിബേറ്റ്സ്, ക്വസ്റ്റ്യൻസ് എക്സെട്ര. വി നോ ദറ്റ്. പാർലമെൻറ്റ് എന്താണ്? പുതിയ പുതിയ ബില്ല് പാസ്സാക്കാൻ, അതുപോലെ പുതിയ പുതിയ ഡിബേറ്റുകൾ പാർലമെൻറ്റിൽ നടക്കും. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇപ്പം ഇന്ന ഒരു പോളിസിയെ കൊണ്ടുവരികയാണ്, അപ്പോൾ അതിൻ്റെ പേരിൽ പരസ്പരം ഡിബേറ്റുകൾ, അത് വേണോ വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. ദെൻ ക്വസ്റ്റ്യൻ അവേഴ്സ്. എന്തിനാ? ഒരു മിനിസ്റ്ററോട് ചോദ്യങ്ങൾ ചോദിക്കാനും എല്ലാമുള്ള അവകാശം എവിടെയുണ്ട്? ഈ പാർലമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സിൻസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ. അപ്പോൾ എന്താണ് ഈ ഒരു പാർലമെൻറ്റിൽ ആരൊക്കെയാണുള്ളത്? മെയിനായിട്ട് പ്രസിഡന്റ്, രാജ്യസഭ, ലോകസഭ. ഇതാണ് മെയിൻ ആയിട്ടുള്ള പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ പ്രസിഡന്റ് ആരാണ്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതുപോലെ അദ്ദേഹം ഒരു ലെജിസ്ലേച്ചറിലും പാർട്ടല്ല. എന്ന് വെച്ചാൽ പാർലമെൻറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് അദ്ദേഹം. പക്ഷെ നിയമാസൃതമായ ഒരു കാര്യങ്ങളിലും അദ്ദേഹം പാർട്ടല്ല. ദെൻ എന്തെങ്കിലും ഒരു ബിസിനസ് പ്രൊസീഡിങ്സ് ഒക്കെ പാർലമെൻറ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹെഡായിട്ട് ആരുണ്ടാവും? പ്രസിഡന്റ് ഈസ് ദർ. അതുപോലെ ഒരു ബില്ലും പാസ്സാക്കാൻ പ്രസിഡന്റിൻ്റെ സമ്മതമില്ലാതെ പറ്റില്ല. അതുപോലെ ഒരു ബില്ലും തിരിച്ചയക്കാനും പ്രസിഡന്റിൻ്റെ സമ്മതമില്ലാതെ പറ്റില്ല. ദെൻ അദ്ദേഹത്തിന് ഈ ഒരു ബില്ല് കൺസിഡർ ചെയ്യാൻ പറയാനുള്ള അവകാശവും പ്രസിഡന്റിന് ഉണ്ട്. ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം യൂസ്ഡ് ഹിസ് പ്രസിഡൻഷ്യൽ പവർ ബൈ സെൻഡിങ് ബാക്ക് ദ ഓഫീസ് ഓഫ് എ പ്രോഫിറ്റ് ബിൽ ഫോർ റീകൺസിഡറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മുടെ ഫോമർ പ്രസിഡന്റ്, ദ പവർഫുൾ പേഴ്സൺ എവർ, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ത് ചെയ്തു? ഇതുപോലൊരു ബില്ല് വന്നപ്പോൾ തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും കൂടി റീകൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ വൺ ഓഫ് ദ പവർഫുൾ പേഴ്സൺ ഈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും പവറുള്ള പേഴ്സൺ ആരാണ്? പ്രസിഡന്റ് ആണെന്ന് മനസ്സിലാക്കാം. ദെൻ ഈ ഒരു പ്രസിഡന്റ് റിപ്പോർട്ട്, ഈ ഒരു ഓഡിറ്റർ ജനറൽ, ഫിനാൻസ് കമ്മീഷൻ, UPSC ഇവരുടെയൊക്കെ റിപ്പോർട്ട് ആർക്കാണ്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. ഈ റിപ്പോർട്ട് ഈ ഒരു 2 ഹൗസസിലും കൊണ്ടുവരുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ദെൻ the council of ministers is headed by prime minister and advises the president in the execution of his or her function. അപ്പോൾ ആരാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൻ്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഈ രാജ്യസഭയിലും ലോകസഭയിലും മെയിൻ ഹെഡ് ആരായിരിക്കും?
പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററാണ് നമ്മുടെ പ്രസിഡന്റിന് അഡ്വൈസുകൾ കൊടുക്കുക, പല നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അഡ്വൈസ് കൊടുക്കാൻ അദ്ദേഹമാണ് ഉണ്ടാവുക. Then the ministers are responsible in electing representatives of the country and the working of the parliament. ഓരോ മിനിസ്റ്റേഴ്സും എന്താണ്, ഇലക്ഷന് റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർ ജനങ്ങളിൽ നിന്ന് എലക്ട് ചെയ്ത് വന്നകളായിരിക്കും. അതുപോലെ ലോകസഭയ്ക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് റിമൂവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നോ കോൺഫിഡൻസ് മോഷൻ പാസ് ചെയ്തിട്ട് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് റിമൂവ് ചെയ്യണമെങ്കിൽ ലോകസഭയ്ക്ക് അത് സാധിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുക്കുന്നുണ്ട്. 2016 എ മെമ്പർ ഓഫ് രാജ്യസഭ ഓഫ് പാർലമെൻറ്റ് റേസ്ഡ് എ ക്വസ്റ്റ്യൻ ഓൺ ദ ഫാമർ ഓഫ് വർധ ഡിസ്ട്രിക്ട്. എന്ന് വെച്ചാൽ രാജ്യസഭയിലുള്ള ഒരു മെമ്പറായിരുന്നു അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചു ഈ വർധ ഡിസ്ട്രിക്റ്റിലുള്ള ഫാമേഴ്സിനെ കുറിച്ച്. വർധ ഡിസ്ട്രിക്ട് ഈസ് ഇൻ മഹാരാഷ്ട്ര. where the government interfered for the drought relief like psychological counseling to the depressed farmers. അവിടെ എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ഒരു നാട്ടിൽ ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഡ്രൗട്ട് റിലീഫിനെ എന്ന് വെച്ചാൽ വരൾച്ച വന്ന സമയത്ത് അവിടുത്തെ ഫാമേഴ്സിനെ കൗൺസിലിംഗ്, അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഹെൽത്തിന് വേണ്ടി കൗൺസിലിംഗ് സെക്ഷൻ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഹിയർ ദ പാർലമെൻറ്റ് പെർഫോം എ സ്പെഷ്യൽ ഫംഗ്ഷൻ ഓൺ ദ ഗവേണൻസ് ഇഷ്യൂ ഇൻ ദ കൺട്രി ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾ ദ എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ ഫോർ ദ പർട്ടിക്കുലർ ഡിസിഷൻ ഓർ ആക്ഷൻ. അപ്പോൾ എന്താണ് ഇവിടെ ശരിക്കും ഗവേണൻസ് ആ ഒരു പാർലമെൻറ്റ് കൃത്യമായ ഒരു സ്പെഷ്യൽ ഫങ്ഷൻ ഓഫ് ഗവർണൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അതിനുള്ള അധികാരം അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. സോമനാഥ് ചാറ്റർജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ചലഞ്ചിങ് ടു എ സ്പീക്കർ ആസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു സ്പീക്കർ ആയിട്ട് ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോമനാഥ് എന്ന് പറഞ്ഞ വ്യക്തി, സോമനാഥ് ചാറ്റർജി പറയാണ്, he explained that the parliament brings changes not just with its law but discuss people's issues. പാർലമെൻറ്റ് എന്താണ്, ചേഞ്ചസ് മാത്രമല്ല കൊണ്ടുപോവുക, അവിടുത്തെ നിയമങ്ങൾ മാറ്റുകയും ജനങ്ങളുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ്സ് പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദ ഗവർണൻസ്. ഓക്കെ, ഗവർണൻസ് ഭരണം, ജനങ്ങളിലേക്ക് ഭരണം കൊണ്ടുവരുന്നതിലെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ആര്, പാർലമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് റോൾ ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അവരൊക്കെയാണ്. ഓക്കെ, പൊളിറ്റിക്കലി ആ ഒരു അധികാരത്തിലെത്തുന്നതാണല്ലോ. ദ എക്സിക്യൂട്ടീവ് ഇംപ്ലിമെൻറ്റ്സ് പോളിസീസ്, ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ വിച്ച് ഇൻക്ലൂഡ്സ് പ്രൈം മിനിസ്റ്റർ, ദ ക്യാബിനറ്റ് ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ് എക്സിക്യൂട്ടീവിൽ ഉണ്ടാവുന്നത്? പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതുപോലെ മറ്റുള്ള മിനിസ്റ്റേഴ്സ്. ഇവിടെ എന്താണ്, ലോ, അതുപോലെ പുതിയ പുതിയ പോളിസീസ്, പുതിയ പുതിയ റൂൾസ്, റെഗുലേഷൻസ് കൊണ്ടുവരും. നമ്മുടെ ഈ നോട്ട് നിരോധനമൊക്കെ അവിടെ കൊണ്ടുവന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ PM ഇസ് ദ റിയൽ ആൻഡ് ആക്ച്വൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് PM ആണ് റിയൽ ആൻഡ് ആക്ച്വൽ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഗവൺമെൻറ്. നിയമം നടപ്പാക്കാനുള്ള പൂർണ്ണ അധികാരവും ആർക്കുണ്ട്, പ്രൈം മിനിസ്റ്റർക്കുണ്ട്. അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡ് ആരാണ്, പ്രൈം മിനിസ്റ്റർ ആണ്. ദ PM അലോക്കേറ്റ്സ് പോർട്ട്ഫോളിയോസ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് എക്സെട്ര. PM ആണ് ഓരോ മിനിസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്യാം. പ്രസിഡൻറ്റും അതുപോലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെയും മീഡിയമായി വർക്ക് ചെയ്യുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. The union executive plays a central role with the parliament, state and local entities in daily course. അതുപോലെ യൂണിയൻ എക്സിക്യൂട്ടീവ്സ് ഒരു പ്രധാനപ്പെട്ട റോള് പാർലമെൻറ്റിലും സ്റ്റേറ്റിലും അതുപോലെ ലോക്കൽ എൻറ്റൈറ്റീസ് എന്ന് വെച്ചാൽ ഡെയിലി ആയിട്ട് നടക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസിൽ യൂണിയൻ എക്സിക്യൂട്ടീവ്സ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദ ലോസ് ആർ മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആൻഡ് ദ ക്യാബിനറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് PM ആൻഡ് ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഈ ഒരു ലോസ്, നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ആരാണ്, പാർലമെൻ്റ് ആണ്. അതുപോലെ പാർലമെൻറ്റിൻ്റെ ഒപ്പം മിനിസ്റ്ററും PMഉം കൂടിയിട്ടാണ് നിയമം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, അതിൻ്റെ ഹെഡായിട്ട് പ്രൈം മിനിസ്റ്റർ, അതിൽ വരുന്ന തീരുമാനത്തിന് ക്യാബിനറ്റ് റെസൊല്യൂഷൻ എന്നാണ് പറയുക. സോ റോൾ ഓഫ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് സെക്ഷനിൽ ആരൊക്കെയാണ്, PM ആൻഡ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി ഇവരുടെ ഒരു എക്സാമ്പിൾ, ഇതിനൊരു കേസ് സ്റ്റഡി കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു
പോളിസി എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. എ ക്യാബിനറ്റ് റെസൊല്യൂഷൻ ഓൺ സെറ്റിംഗ് അപ്പ് ദ പ്ലാനിംഗ് കമ്മീഷൻ പാസ്ഡ് ഓൺ March 15, 1950. ഒരു ക്യാബിനറ്റിൽ നിന്ന് വന്നൊരു തീരുമാനമാണ് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരൽ. അത് March 15, 1950 അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇറ്റ് വർക്ക്ഡ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇന്ത്യൻസ്. ജീവിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻസിൻ്റെ ആ ഒരു ജീവിത രീതിക്ക് ഒരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക, അതുപോലെ സാമ്പത്തികമായ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നത്. ഇതൊരു പ്ലാനിംഗ് ബോഡിയാണ്. January 1, 2015 പ്ലാനിംഗ് കമ്മീഷൻ വാസ് റീപ്ലേസ്ഡ് വിത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ് എന്ന് വെച്ചാൽ പ്ലാനിംഗ് കമ്മീഷൻ പിന്നീട് 2015 റീപ്ലേസ് ചെയ്തു നീതി ആയോഗ് വെച്ചിട്ട്. ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ എന്താ പറയുക, ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിന് ഇംപ്ലിമെൻറ്റ്സ് കുറേ പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നീതി ആയോഗ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വെച്ചാൽ ജനങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്ത്രീകളുടെ എംപവർമെൻറ്റ്, അതുപോലെ കോപ്പറേറ്റീവ് ഫെഡറലിസം, ഈ ട്രാൻസ്പെറൻറ്റ് ഗവേണൻസ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു നീതി ആയോഗ് വന്നത്. ഇന്ന് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും ഇൻ്റർനെറ്റിലൂടെയും പല വഴിയിലൂടെയും കൃത്യമായ സോഴ്സ് ഉണ്ട്. ദെൻ വി ഹാവ് ദ റൈറ്റ് ഫോർ ഇൻഫോർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് നമുക്ക്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ നീതി ആയോഗ് വന്നിട്ടുള്ളത്. ദെൻ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. അപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. ഫോർത്ത് വൺ, റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്. ദാറ്റ് മീൻസ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പിന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ആണ്. എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, ഭരണത്തിന്, ജനങ്ങൾക്കിടയിലേക്ക് ഈ ഭരണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ. അതാരായിരിക്കും? സിവിൽ സർവീസസ്, ആംഡ് ഫോഴ്സസ്, ഫീൽഡ് അതോറിറ്റീസ് ആൻഡ് ഏജൻസീസ് എക്സെട്ര. ദാറ്റ് മീൻസ് സിവിൽ സർവീസസ് എന്ന് പറയുമ്പോൾ IAS, IPS ഇങ്ങനെയുള്ള ആളുകൾ, പോലീസ് ഓഫീസേഴ്സ്, ഇതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് എന്ന് പറയുക. ഈ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് പാസ് ചെയ്യുന്ന നിയമങ്ങൾ എന്താണ്, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന പരിപാടി ആർക്കുള്ളതാണ്? ഇവർക്കുള്ളതാണ്. എന്തെങ്കിലും നിയമം തെറ്റിച്ചാൽ ആക്ഷൻ എടുക്കുന്നത് പോലീസ് ഓഫീസേഴ്സാണ് നമ്മുടെ നാട്ടിൽ, നമുക്കറിയാം. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. ദീസ് ആർ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ നേഷൻ വിച്ച് ആർ സെലക്ടഡ് ത്രൂ വേരിയസ് എക്സാമിനേഷൻ. വി നോ ദാറ്റ് UPSC ഈസ് ദ മേജർ, എന്താ പറയുക, വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ടെസ്റ്റാണ്. അതിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കാറ്. പെർമനൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്. പക്ഷേ ഈ സമയത്ത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ്? പെർമനൻ്റ് അല്ല, അവർ 5 വർഷം കൂടുമ്പോൾ മാറാം. പക്ഷെ ഇവരെങ്ങനെയാണ്? ഇവിടെ പെർമനൻ്റ് ആണ്. ഇഫ് ദേ ഗെറ്റ് എ ജോബ്, ഈ ഒരു ജോബ് കിട്ടുവാണെങ്കിൽ അവരവിടെ തന്നെ ഉണ്ടാവും. ബട്ട് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് അവർ 5 വർഷം കൂടുമ്പോൾ മാറും. ദ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ഈസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ ലെജിസ്ലേച്ചർ ബട്ട് ദേ ആർ റെസ്പോൺസിബിൾ ടു ആൻസർ ടു ദ റെസ്പെക്റ്റീവ് പൊളിറ്റിക്കൽ ഹെഡ്സ്. എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്സ്? ഒരിക്കലും നിർമ്മാണത്തിന് ഇവരൊരു പാർട്ടല്ല. പക്ഷെ എന്നാലോ ഇവിടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ റെസ്പോൺസ് ഇവർ ആർക്ക് എത്തിക്കണം? പൊളിറ്റിക്കൽ ഹെഡ്സ്, ദാറ്റ് മീൻസ് പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ക്യാബിനറ്റ് മിനിസ്റ്റർമാർക്ക് എത്തിക്കേണ്ട ചുമതല ഇവർക്കുണ്ട്. ഈ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ്സ് ഒരുമിച്ച് നിന്നിട്ടാണ് കൺട്രിയുടെ വെൽഫെയറിന് വേണ്ടി വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഒരുപാട് പോളിസീസ്, അതുപോലെ വെൽഫെയർ പരിപാടീസ് ഇവിടേക്ക് കൊണ്ടുവരും. ബട്ട് ഇത് കൃത്യമായി പാലിച്ച് ജനങ്ങളിലേക്ക് എത്തിപ്പിക്കാനുള്ള ആളുകളാണ് ഇവർ. വിത്തൗട്ട് ദം that is not possible. So that's the structure. ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ. ഇനി അങ്ങനെ കുറച്ച് പോളിസീസ്, അതുപോലെ കുറച്ച് പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഗവൺമെൻറ് വളരെയധികം ട്രാൻസ്പെറൻ്റ് ആണ്. ഇന്ന് നമുക്കൊരു കാര്യം അറിയണമെങ്കിൽ വിവരാവകാശം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും, അതിൻ്റെ റിസൾട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് നമുക്കുണ്ട്. സോ ദ റൈറ്റ് ഓഫ് ഇൻഫോർമേഷൻ അത് 2005 വരുന്നത്. അത് മസ്ദൂർ കിസാൻ ശക്തി സനദൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു ഇൻഫോർമേഷനോടുള്ള എന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് ഇൻഫോർമേഷന് വേണ്ടി പോരാടി. അങ്ങനെ വന്നതാണ് ഈ ഒരു റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005.
ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആട്ടോ. ഈ ഒരു മസ്ദൂർ കിസാൻ ശക്തി സനദൻ രാജസ്ഥാനിലുള്ള ഒരു നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അവരാണ് ഈ ഫ്രീഡം ഓഫ് ഇൻഫർമേഷന് വേണ്ടി പോരാടിയിട്ട് ഈ ഒരു അവകാശം നേടിയെടുക്കുന്നത്. ഇറ്റ് ഈസ് ആഡഡ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എക്സ്പ്രഷൻ അണ്ടർ ആർട്ടിക്കിൾ 19. ഇതെന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 19 കീഴിൽ ഫണ്ടമെൻ്റൽ റൈറ്റിൽ തന്നെ ഇത് കൊടുത്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2000 ഫേവേഴ്സ്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2000 ആക്ട് ഫേവർ ചെയ്യുന്നത് എന്തൊക്കെ റൈറ്റിനാണെന്ന് നോക്കുക. ഒന്ന്, ഇൻസെക്ട്സ് ഡോക്യുമെൻറ്റ് റെക്കോർഡ്സ് ആൻഡ് വർക്ക്സ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഏജൻസീസ്. ഗവൺമെൻറ്റിൻ്റെ പല രീതിയിലുള്ള വർക്കുകൾ, അതുപോലെ ഗവൺമെൻറ് ഏജൻസികളുടെ പല രീതിയിലുള്ള വർക്കുകളുടെ ഡോക്യുമെൻറ്റ്, റെക്കോർഡ്സ്, ഇതൊക്കെ നമുക്ക് ചോദിച്ച് വാങ്ങാം. എന്ന് വെച്ചാൽ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വാങ്ങാൻ സാധിക്കും. ടേക്ക് നോട്ട്സ്, സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് റെക്കോർഡ് എക്സെട്ര. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, കോപ്പീസൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് സർട്ടിഫൈഡ് സാമ്പിൾ ഓഫ് മെറ്റീരിയൽ നമുക്ക് നേടാൻ സാധിക്കും. പ്രിൻ്റ് ഔട്ട്, ഡിസ്കറ്റ്സ്, ഫ്ലോപ്പീസ്, ടാബ്സ്, വീഡിയോസ്, ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ അവർ നമുക്ക് തരും. സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ CIC സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫങ്ഷനിങ് ഇൻ 2005 ടിൽ ഡേറ്റ് അണ്ടർ RTI ആക്ട്. എന്താണ് ഈ ഒരു സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത് 2005 എന്ന് വരെ? RTI ആക്ട് വരെ. ദ സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ ഈസ് ഫൗണ്ട് ഇൻ എവരി സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റെ കീഴിൽ വന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ട് ചെയ്തു. ദെൻ ദ ഇൻഫോർമേഷൻ ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് വിത്തിൻ 30 days ഓഫ് RTI ആപ്ലിക്കേഷൻ. ഈ 30 ദിവസം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വെക്കുകയാണ്, നമുക്ക് ഇന്ന കാര്യത്തെക്കുറിച്ച് അറിയണം എന്ന് വേണ്ട ആപ്ലിക്കേഷൻ വെക്കുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിന് മറുപടി വരണം. RTI ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ടാക്ലിംഗ് കറപ്ഷൻ ബൈ എക്സ്പോസിങ് പബ്ലിക് സ്കാംസ് എക്സെട്ര ടു സിറ്റിസൺ. ഈ RTI എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ആണ് അവർ തരുന്നത്. അപ്പോൾ ഇതിൽ കറപ്ഷൻ ഉണ്ടോ, ഗവൺമെൻറ് കറപ്റ്റഡ് ആണോ എന്നൊക്കെ നോക്കാൻ ദിസ് വൺ ഈസ് എ ഈസി വേ, ഇറ്റ്സ് എ ഗുഡ് വേ. നെക്സ്റ്റ് ഈസ് സിറ്റിസൺസ് ചാർട്ടർ. അപ്പം നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സിറ്റിസൺസ് ചാർട്ടർ ആണ്. സിറ്റിസൺസ് ചാർട്ടർ ഈച്ച് വൺ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് ഇത് എന്താണെന്ന് ജസ്റ്റ് മലയാളത്തിലെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പോവാം. ഓക്കെ, സോ സിറ്റിസൺസ് ചാർട്ടർ എന്ന് പറയുന്നത് 2002 1997 ഒരു കോൺഫറൻസ് ഓഫ് ചീഫ് മിനിസ്റ്റർ എന്ന് വെച്ചാൽ പല സ്റ്റേറ്റിൽ നിന്നും പല യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും വന്ന് ന്യൂഡൽഹിയിൽ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നതാണ്. എന്ന് വെച്ചാൽ സിറ്റിസൺ ചാർട്ട് വന്നത് 2002 1997 ഒരുപാട് കോൺഫറൻസ്, ഒരുപാട് കോൺഫറൻസ് അല്ല, ഒരുപാട് മിനിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്നിട്ട്, അതുപോലെ യൂണിയൻ ടെറിട്ടറീസിലൊക്കെ ഉള്ള മിനിസ്റ്റേഴ്സ് ചേർന്ന് വന്നിട്ട് ഒരു ന്യൂഡൽഹിയിൽ വന്ന് ഒരു ആക്ഷൻ പ്ലാൻ, ഒരു എഫക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഗവൺമെൻറ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുവരാൻ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരികയും അങ്ങനെയാണ് ഈ ഒരു സിറ്റിസൺസ് ചാർട്ടർ വരുന്നത്. ദിസ് ചാർട്ടർ എൻഷുവേഴ്സ് സർവീസ് ഡെലിവറി സ്റ്റാൻഡേർഡ്സ്. ഈ ചാർട്ടർ നല്ല സർവീസ് ഡെലിവറി സ്റ്റാൻഡേർഡ്സ് ഉറപ്പുവരുത്തുന്ന ഒന്നാണ്. At the apex level, the Department of Administrative Reforms and Public Grievance formulates and implements Citizens Charter. എന്താണ് ഇത് ഏറ്റവും മുകളിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് DARPG, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് പബ്ലിക് ഗ്രീവൻസസ്. ഇവരാണ് ഈ സിറ്റിസൺ ചാർട്ട് ഫോമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ കമ്പോണൻസ് ഉണ്ടാവുക, ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, എന്ത് പ്രശ്നങ്ങളാണ് അവർ പറഞ്ഞത്, അതിലെന്തൊക്കെ മെക്കാനിസം കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സിറ്റിസൺ ചാർട്ടറിൽ ഉണ്ടാവും. നെക്സ്റ്റ് പബ്ലിക് ഹിയറിംഗ്. പബ്ലിക് ഹിയറിംഗ് ജനങ്ങളെ കേൾക്കുക. It is a process which involves detailed interaction between the general public and the concerned stakeholders of the project such as mining, industrial, thermal power, infrastructure, etc. അപ്പോൾ നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പഠിക്കുന്നുണ്ട്. ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് അതിൽ ബാധിക്കുന്നുണ്ട്, അവരാണ് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതെന്താ വെച്ചാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻട്രാക്ഷനാണ് ജനറൽ പബ്ലിക്കും അതുപോലെ ഒരു പുതിയ പ്രൊജക്റ്റ്, ഇപ്പോൾ മൈനിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പരമായിട്ട് തെർമൽ പവറിൻ്റെ ബേസിൽ ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ബാധിക്കുന്ന എല്ലാ ജനറൽ പബ്ലിക്കും അതുപോലെ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് പബ്ലിക് ഹിയറിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമം
നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. തൃശ്ശൂർ എന്താണ് ഒരു ഫാക്ടറി വരികയാണ്. സോ ഈ ഫാക്ടറി വരുമ്പോൾ ഇപ്പോൾ ഫാക്ടറിയാണ്, ഫാക്ടറിയുടെ ചുറ്റുമുള്ള ഒരുപാട് ജനങ്ങളുണ്ടാവും അല്ലേ, ഇവർക്കൊക്കെ ഇത് ബാധിക്കും. ഇപ്പോൾ കെമിക്കൽസിൻ്റെ ആണെങ്കിൽ, കെമിക്കൽ ഫാക്ടറി ആണെങ്കിൽ അതിൻ്റേതായ രോഗങ്ങൾ അതൊക്കെ ഉണ്ടാവും. സോ ഈ ആളുകൾക്ക് എന്ത് വേണം? നീതി വേണം. ഒന്നല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് നല്ല രീതിയിൽ മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി ഒരു ഡിസ്കഷൻ നടത്തില്ലേ, അതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഫാക്ടറിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ദാറ്റ് മീൻസ് ഈ ഫാക്ടറിയിൽ പാർട്ടായിട്ടുള്ള ആളുകളും ഇവിടെയുള്ള ജനറൽ പബ്ലിക്കുകളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. അപ്പോൾ അതാണ് ഈ ഒരു പബ്ലിക് ഹിയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്ത് പ്രൊജക്റ്റിൻ്റെയും ആ ഒരു എൻവയോൺമെൻറ്റൽ ക്ലിയറിങ്ങിന് വേണ്ടി ഇങ്ങനൊരു ഇത് വേണം. ഇത് വരുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ് 2006 കൊണ്ടുവന്ന പ്രൊവിഷൻ്റെ കീഴിലാണ്. ഈ ഹിയറിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ EIA ഡ്രാഫ്റ്റോട് കൂടിയാണ്. എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ സജഷൻ, അതുപോലെ കമൻസ്, ക്രിറ്റിസിസം ഇതെല്ലാം ഇതിൽ വരും. എന്നുവെച്ചാൽ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ ഇവർക്ക് പരസ്പരം സംസാരിച്ച് കൃത്യമായൊരു ധാരണയിൽ എത്താം. ദെൻ ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ പ്രോസസ്സ് അതുപോലെ ഇതിൽ നിന്ന് വന്ന റെക്കോർഡിങ്സ് ഒക്കെ കേൾക്കും ചെയ്യും. ദാറ്റ് മീൻസ് ആ ഒരു നിയമം കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ടോ, അവരെങ്ങനെയാണത് നേരിടുന്നതെന്ന് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കേൾക്കും ചെയ്യും. നെക്സ്റ്റ് സോഷ്യൽ ഓഡിറ്റ്. സോഷ്യൽ ഓഡിറ്റ്. സോ അതിൽ മഹാത്മാഗാന്ധി എന്താ ഒരു ആക്ട് ഇപ്പോഴത്തുണ്ടല്ലോ, MGNREGA, ആ 2005 വന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള സോഷ്യൽ അഡൾട്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒന്നാണ്. ഇറ്റ് ഇനബിൾസ് ദ സിറ്റിസൺ ടു ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഗവൺമെൻറ് ടു ഫൈൻഡ് ഔട്ട് ഫോൾട്ട് ബിറ്റ്വീൻ അലോക്കേഷൻ ഓഫ് ഫണ്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് മഹാത്മാഗാന്ധി ആക്ട് അല്ല കേട്ടോ, ഐ എം റിയലി സോറി. MGNREGA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ആക്ട് ഇംപ്ലിമെൻറ്റഡ് ഇൻ 2005. എന്താണ് സോഷ്യൽ അഡൾട്ട്സിനെ ഒരു എംപവർമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിൽ ഗവൺമെൻസിൽ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഇവിടുത്തെ സിറ്റിസൺസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഫോൾട്ടുകൾ കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ഫണ്ട് എങ്ങനെ അലോക്കേറ്റ് ചെയ്തു, ആ ഫണ്ട് എങ്ങനെ യൂസ് ചെയ്തു, ഇതിലുള്ള ഫോൾട്ട് ജനങ്ങൾക്ക് കൃത്യമായി കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായ രീതിയിൽ ആ റെക്കോർഡ്സ് ജനങ്ങളിലേക്ക് എത്തും. പബ്ലിക് ഹിയറിംഗ് ഈസ് അറ്റൻഡഡ് ബൈ ഗ്രാമസഭ മെമ്പേഴ്സ് ആൻഡ് ലോക്കൽ അഫയേഴ്സ്. നമുക്കറിയാമല്ലോ പബ്ലിക് ഹിയറിംഗ് ഗ്രാമസഭ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഗ്രാമത്തിൽ എല്ലാവരും കൂടിയിട്ട് അങ്ങനെയുള്ള മെത്തേഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ April 2017 the state of Meghalaya passed a legislation on social adults calling Meghalaya community participation and public service social audit. The government involved citizens in the development process. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ആനുവൽ ആയിട്ടുള്ള വില്ലേജിലുള്ള പ്ലാൻസിനനുസരിച്ചിട്ട് ഈ പ്രൊജക്റ്റ് കൊണ്ടുവരിക. അപ്പോൾ April 2017 മേഘാലയ ഒരു ലെജിസ്ലേഷൻ, ഒരു നിയമം കൊണ്ടുവന്നു സോഷ്യൽ അഡൾട്ട്സിന് വേണ്ടിയിട്ട്. അതിനെ മേഘാലയ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്നാണ് പറയുക. അതിൽ സിറ്റിസൺസിനെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ സിറ്റിസൺസും ഗവൺമെൻറ്റും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇതെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവർണൻസ്. നമുക്കറിയാം സ്റ്റേറ്റ് ലെവലിൽ ഇപ്പം നമ്മളിത് പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ, ഐ മീൻ റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എക്സിക്യൂഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ആ ഒരു അപ്പർ ലെവലിലാണ്, സെൻട്രൽ ലെവലാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ സെൻട്രലിൽ ഉള്ള ആളുകൾ, അത് ടോപ്പ് മോസ്റ്റിലുള്ള ആളുകളെയാണ് പഠിച്ചത്. ദെൻ ഈ PM ക്യാബിനറ്റ് മെമ്പേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് കീഴിൽ വരുന്നതാണ് സ്റ്റേറ്റ് അല്ലേ. സ്റ്റേറ്റിൽ നമുക്കറിയാം CMൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇവരൊക്കെ ഉണ്ടെന്ന്. ഈ സ്റ്റേറ്റിൻ്റെ കീഴിൽ നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്ന് അല്ലേ. ഈ ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ഇടയിൽ എന്താണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇതൊക്കെ നമ്മൾക്കറിയാം. നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ ഇങ്ങനെയാണ് നമ്മുടെ ഗവേണിംഗ് നടക്കുന്നത്. ഇതിലൂടെയാണ് കൃത്യമായ ഗവേണിംഗ് നടക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നെക്സ്റ്റ് നോക്കാനുള്ളത്, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവേണൻസ്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവലിൽ ആർട്ടിക്കിൾ 355 അനുസരിച്ചിട്ട്
എന്ന് വെച്ചാൽ ഗവർണർ ഓൾറെഡി ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ കാണുകയും എന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു യൂണിറ്റി നിലനിർത്തി സ്റ്റേറ്റിന് കൃത്യമായൊരു ഹെഡിനെ വെച്ച് അവിടെ എന്ത് നടത്തുന്നു, ഗവേണൻസ് നടത്തുന്നു. സോ സ്റ്റേറ്റിൻ്റെ ഹെഡ് ആരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക? ഗവർണർ ആയിരിക്കും. ഗവർണറിന് കീഴെ ആരുണ്ട്? ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ആക്ച്വലി ഗവർണർക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. പക്ഷേ ഈ ചീഫ് മിനിസ്റ്ററിനെയും പ്രൈം മിനിസ്റ്ററിനെയും ലിങ്ക് ചെയ്യുന്നത് ഗവർണറാണ്. വി നോ ദാറ്റ് അല്ലേ? സോ ദെൻ ചീഫ് മിനിസ്റ്റർ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? ബില്ല് പാസ് ചെയ്യുന്നത് ആരുടെ റെക്കമെൻഡേഷനോട് കൂടി? ചീഫ് മിനിസ്റ്ററിൻ്റെ റെക്കമെൻഡേഷനോട് കൂടി. ഗവർണറാണ് ഗവർണൻസിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുന്നത്. ദെൻ ചീഫ് മിനിസ്റ്റർ ആണ് ആക്ച്വൽ ഹെഡ് ഓഫ് ദ ഗവർണർ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ, വിച്ച് ഇസ് എ മീഡിയം ബിറ്റ്വീൻ ഗവർണർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ദ PM ആൻഡ് ദ സിറ്റിസൺ. ഓക്കെ, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നതാണ് ആക്ച്വൽ ഹെഡ്. സ്റ്റേറ്റ് ലെവലിൽ ഗവർണറും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും തമ്മിലുള്ള മീഡിയമാണ് ആര്? ചീഫ് മിനിസ്റ്റർ. അതുപോലെ PMഉം സിറ്റിസൻ്റെയും ഇടയിലുള്ള മീഡിയവും ചീഫ് മിനിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. സോ ആക്ച്വലി വി ഹാവ് എ ഗവർണർ. ഹെഡായിട്ട് എപ്പോഴും ഗവർണർ അവിടെ ഇരിപ്പുണ്ട്. ബട്ട് ഹി ഡസൻ ഹാവ് ദാറ്റ് മച്ച് ഓഫ് റോൾ. ഹി ഈസ് എ കണക്ടർ ബിറ്റ്വീൻ PM and Chief Minister. Chief Minister is the head of the state. Then he is the connector between PM and citizen. ഓക്കെ, അങ്ങനെ പഠിക്കാം. അപ്പോൾ അതാണ് സ്റ്റേറ്റിൻ്റെ ഒരു ഓവറോൾ ഇത്. ദെൻ അതിൽ ഈ സ്റ്റേറ്റിൽ വരുന്ന മാറ്റങ്ങൾ, സ്റ്റേറ്റിലുള്ള നിയമങ്ങളൊക്കെ കൂടുതൽ സ്റ്റേറ്റിൽ തന്നെ നിയമങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സുപ്രീം കോർട്ട് ബാൻ ചെയ്തത് ജല്ലിക്കെട്ട്. ഭയങ്കര ഒരു വലിയ പ്രതിഷേധമായിരുന്നു, നിങ്ങൾക്കറിയാം. എന്ന് വെച്ചാൽ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എനിമൽസിൻ്റെ ബേസ് ചെയ്തിട്ട് പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എനിമൽസ് PETA ബേസ് ചെയ്തിട്ട് അവരൊരു പെറ്റീഷൻ കൊടുത്തു PETA. ദെൻ അവരെന്ത് ചെയ്തു? ഈ ജല്ലിക്കെട്ടിന് അഗെയിൻസ്റ്റ് പോരാടുകയും ദെൻ തമിഴ്നാട് ഗവൺമെൻറ് ഈ ഒരു ജല്ലിക്കെട്ട് ബാൻ ചെയ്യുകയും ചെയ്തു. ബട്ട് 2016-2017 ഇത് ബാൻ ചെയ്യുകയും ദെൻ യൂത്ത് ഓഫ് തമിഴ്നാട് ഇതിന് അഗെയിൻസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അതിനുശേഷം PM സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ഡിസ്കസ് ചെയ്ത് ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് ഇത് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. വി നോ ദാറ്റ്. ദെൻ എന്നുവെച്ചാൽ കൃത്യമായൊരു ആക്ഷനോട് കൂടി, എന്നുവെച്ചാൽ ഈ ബുൾസിനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ അഗെയിൻസ്റ്റ് ആക്ഷൻസ് എടുക്കണം എന്ന രീതിയിൽ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒരു കേസ് സ്റ്റഡിയാണെന്ന് പറയുന്നത്. ഇനി ഗവർണൻസ് അറ്റ് ദ ലോക്കൽ ലെവൽ, മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്, 73rd and 74th Amendment Act of the Constitution, പഞ്ചായത്തി രാജ് ആക്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. The act promises compulsory reconstitutions of elect bodies within a fixed time and important role of the urban local bodies and പഞ്ചായത്ത്. ഈ ഒരു ആക്ടിൽ എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ ഒരു എലക്ഷൻ നടത്തുകയും അവിടെ ഈ ഒരു പഞ്ചായത്തിലായിക്കോട്ടെ മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ അതിലൊരു ഹെഡ് ഓഫ് ദ ലോക്കൽ ഗവൺമെൻറ്റിനെ കണ്ടുപിടിക്കുകയും വേണമെന്നുള്ളൊരു ഇതാണ് വരുന്നത്. ഇപ്പോൾ ഫണ്ടിൻ്റെ എന്ന് വെച്ചാൽ കൃത്യമായ ഫങ്ഷൻ നടത്താൻ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ, അതുപോലെ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കീഴിൽ നടന്നിട്ടുള്ള എന്നുവെച്ചാൽ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ നിയമങ്ങളും എവിടേക്ക് എത്തണം? ഈ വില്ലേജുകളിലേക്ക് എത്തണം. അതിനെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി വന്നിട്ടുള്ളത്. ദാറ്റ്സ് എ തിങ്. അതിനൊരു കേസ് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. Garifema village in Nagaland was declared as India's first tobacco-free village on 1st June in 2014. You should want to note it down. I was shocked by seeing this. കാരണം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. നാഗാലാൻഡിലെ ഗാരിഫെമ വില്ലേജിലെ ആദ്യത്തെ ടൊബാക്കോ ഫ്രീ വില്ലേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു 1st June 2014. എന്നുവെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗാരിഫെമ കൗൺസിലിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും വില്ലേജ് വിഷൻ സെല്ലും വില്ലേജ് സ്റ്റുഡൻറ്റ് യൂണിയനും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഒരു പരിപാടി അവർ നടപ്പിലാക്കിയത്. സോ എന്ന് വെച്ചാൽ ഈ ടുബാക്കോ കൊടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായ പനിഷ്മെൻറ്റ് കൊടുക്കുമെന്നുള്ള രീതിയിൽ അവർ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതാണ് ഒരു ചെറിയ പാർട്ട് ഓഫ് ഗവർണൻസ് ആണ് ഈ ഗ്രാമപഞ്ചായത്ത്. അതിൻ്റെ പവറാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് അല്ലേ? ഇറ്റ്സ് എ ഷോക്കിംഗ് തിങ്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റോൾ ഓഫ് ജുഡീഷ്യറി. അപ്പോൾ നമുക്കറിയാം
ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, അങ്ങ് പ്രൈം മിനിസ്റ്റർ തൊട്ട് എവിടെ എത്തി, ഗ്രാമപഞ്ചായത്ത് വരെ എത്തി. പക്ഷേ ഇവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ബ്രേക്ക് ചെയ്താലും അതുപോലെ നമ്മുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും നമ്മൾ ആരെയാണ് കാണുക? കോർട്ട് അല്ലേ? നമുക്കുണ്ട് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ഒക്കെ നമുക്കുണ്ട്. സോ നമ്മൾ ഈ ഒരു ഇതിനെയാണ് കാണുക. അതാണ് ജുഡീഷ്യറിയുടെ റോൾ എന്താണെന്നാണ് പറയുന്നത്. ഈ ജുഡീഷ്യറി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ജനങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒന്നാണ്. ഇറ്റ് പ്രസൻസ് ന്യൂ ചെക്സ് ഓൺ റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദീസ് ചെക്സ് ആർ ഫ്രെയിംഡ് ബൈ ദ കോർട്ട് ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഏരിയാസ്. എന്താണ്? റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പുതിയ ചെക്ക് കൊണ്ടുവരുന്നത് ആരായിരിക്കും? ജുഡീഷ്യറി ആയിരിക്കും. ഈ ചെക്ക് ആരാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ഏരിയയിൽ വന്ന ചേഞ്ച് കൊണ്ട് കോർട്ട് ഫ്രെയിം ചെയ്ത് വന്ന ചെക്കായിരിക്കും. ദ എഫേർട്സ് ഓഫ് ചീഫ് ജസ്റ്റിസ് N.A. പൽക്കിവാല, V.R. കൃഷ്ണൻ അയ്യർ, ഭഗവതി, ഖന്ന, കുൽദീപ് സിംഗ് ഇവരൊക്കെ കൂടിയിട്ട് എന്താണ് ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ ആ എക്സ്പെക്റ്റേഷന് വേണ്ടി വർക്ക് ചെയ്ത ചീഫ് ജസ്റ്റിസുകളാണ്. ദ സുപ്രീം കോർട്ട് ക്രാഫ്റ്റഡ് ഇന്നോവേറ്റീവ് ടൂൾസ് ലൈക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, ലോക് അദാലത്ത്, ഇറ്റ് ഇൻ്റർപ്രറ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു കണ്ടംപററി ടൈംസ് ആൻഡ് ദസ് കെയിം ടു ബി നോൺ ആസ് ജുഡീഷ്യൽ ആക്ടിവിറ്റീസം. എന്താണ്? സുപ്രീം കോർട്ട് പുതിയൊരു ഇന്നോവേറ്റീവ് ടൂള് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പോലത്തെ അല്ലെങ്കിൽ ലോക് അദാലത്ത് പോലത്തെ ജനങ്ങൾ വേണ്ടി കൊണ്ടുവന്നു. അതിനെ പറയുക ജുഡീഷ്യൽ ആക്ടിവിസം എന്നാണ്. ദെൻ അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് ലോസ് മുന്നോട്ട് വെച്ച ഇതാണ് കോർട്ട്. ഒരു എക്സാമ്പിൾ ഗോലനാഥ് V.S. സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ് എന്ന് വെച്ചാൽ, അതുപോലെ കേശവനന്ദ ഭാരതി V.S. സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോർട്ട് ഭയങ്കരമായിട്ട്, ഇങ്ങനെയുള്ള കേസുകളൊക്കെ കോർട്ട് ഭയങ്കരമായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ സെയിം സെക്സ് മാരേജ് ആക്ടിന് ഇപ്പോൾ കോർട്ടിൽ വന്ന നിയമങ്ങളും ഒരു വലിയ സുപ്രീം കോർട്ട് ലോയറുടെ തോട്ടും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനൊക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് യു ഓൾ ലിസൺഡ് ദാറ്റ് വാസ് അമേസിങ് അല്ലേ? അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് സുപ്രീം കോർട്ടാണ്. ഫസ്റ്റ് സുപ്രീം കോർട്ട് എന്താണ്, ഇത് വേണ്ട, ഈ ഒരു സെയിം സെക്സ് മാരേജ് വേണ്ട പറഞ്ഞിട്ട് ഒഴിവാക്കിയേക്കാണ്. നൗ ഇപ്പോൾ പല രീതിയിൽ പലരും പല കമൻസും പറയുന്നുണ്ട്, മേ ബി ചേഞ്ച് ആവാം. സോ ഇങ്ങനെയുള്ള പുതിയ പുതിയ നിയമങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി കോർട്ട് വലിയൊരു ഭാഗമാണെന്ന് മനസ്സിലാക്കാം. ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ഗവർണൻസ്, റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ്. അപ്പോൾ ഈ ഒരു ഗവർണൻസിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ കൂടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഇതല്ലാതെ തന്നെ ഈ ഒരു ഭരണം നടപ്പിലാക്കാൻ വലിയ പങ്ക് വഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സൺ ഓർ ദ ഫസ്റ്റ് പാർട്ട് ഈസ് market. Okay, first part is market. The huge financial and technical resource demand affected the development of the state project, inviting private structure in infrastructure and transport through public-private partnership. എന്താണ്? ഒരു വലിയ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റിസോഴ്സ് ആണ്. ഇവിടെ എന്താണ്? പ്രൈവറ്റും പബ്ലിക്കും കൂടി എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറും കൂടി വരണം. അതിൻ്റെ ഒരു ഡിമാൻഡിങ് കൊണ്ടുവന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPPയിലാണ് എന്താണ് പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഇന്നൊവേഷൻ, റിസ്ക് അലോക്കേഷൻ, ഇൻസെൻറ്റിവൈസിങ് പെർഫോമൻസ്, ട്രാൻസ്പെറൻറ്റ് പ്രൊസീജിയർ ഇൻ കമാൻഡിങ് പ്രോസസ്, ലോഫുൾ ആക്ഷൻ, ലോ ഓഫ് എൻഫോഴ്സിങ് ഏജൻസി. ഇതിലൂടെ എന്ന് വെച്ചാൽ ഈ ബിഗ് പ്രൊജക്റ്റൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. എന്ന് വെച്ചാൽ ലോട്ട് ഓഫ് ബിഗ് പ്രൊജക്റ്റ് ഈ ഗവൺമെൻറ്റും പ്രൈവറ്റ് കമ്പനിയും ഫിനാൻസ്, കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ്, ഓപ്പറേഷൻ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന രീതി. PPP ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻവോൾവ് ദ മാർക്കറ്റ് ഇൻ ഫിനാൻസിങ്, കൺസ്ട്രക്ടിങ്, ഡിസൈനിങ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ പ്രൊജക്ട്. ദാറ്റ് മീൻസ് എപ്പോഴാണോ ഈ ഒരു പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടി ജോയിൻ്റ് ആവുന്നത്, അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ പബ്ലിക്കായിട്ട്, ഐ മീൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഡയറക്റ്റ് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫിനാൻസിങ്, അതുപോലെ കൺസ്ട്രക്റ്റിങ്, ഡിസൈനിങ്, ഓപ്പറേഷൻ, മെയിൻ്റനൻസ് ഓഫ് ദ പ്രൊജക്റ്റ് ഇതിൽ ആര് പാർട്ടാവുകയാണ്? ഗവൺമെൻറ്റും കൂടി പാർട്ടാവുകയാണ്.
In India, PPC started in mid-1990s to 2004 in the transport and power sectors. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ PPPs എന്ന് വെച്ചാൽ പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1990s നിന്നാണ് 2004 വരെ. ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും അതുപോലെ പവർ സെക്ടേഴ്സിലുമാണ് ഇവരെ കാണാൻ പറ്റുക. 2004 ഈ PPP ഫ്രെയിംവർക്കിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് സക്സസ് ഗവൺമെൻറ് അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. Next, 2004 to 2012, the government formulated guidance on the arrangements of PPP and standardized the procedure. ഇത് 2004 തൊട്ട് 2012 വരെ. 2004 ഇത് കാണാതെ ആകുമ്പോൾ അധികം സക്സസ് ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ 2004 തൊട്ട് 2012 വരെ ഗവൺമെൻറ് ഒരു കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻ, കൃത്യമായ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഇവിടെ PPPയിൽ കൊണ്ടുവന്നു. അതിനുശേഷം ഒരുപാട് കമ്മിറ്റീസ് ഈ ഒരു PPCയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ദെൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 2006 ക്രിയേറ്റഡ് സെപ്പറേറ്റഡ് ബോഡി നെയ്മഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി. എന്ന് വെച്ചാൽ ഈ ഒരുപാട് മാറ്റങ്ങൾ ഇതോടുകൂടി വന്നതോടുകൂടി ഇതിനു വേണ്ടി സ്പെഷ്യൽ കമ്മിറ്റികൾ വരാൻ തുടങ്ങി. ഒന്ന് PPPAC, ദെൻ DEA അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫെയർ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ഇതിനൊക്കെ കീഴിലാണ് ഈ ഒരു PPPAC വന്നത് കേട്ടോ. As per the government of India, PPP project include എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ 1000 കോടിക്ക് മുകളിലുള്ളതാണെങ്കിൽ ഈ PPPAC വഴിയാണ് ക്യാബിനറ്റിലേക്ക് അയക്കുക. പക്ഷെ ഫൈനൽ അപ്രൂവൽ ക്യാബിനറ്റ് തന്നെയാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു കമ്മിറ്റിയുടെ ഉള്ളിൽ കൂടിയാണ് പുതിയൊരു പ്രൊജക്റ്റൊക്കെ അയക്കുക. ദി ഗ്രീൻഫീൽഡ് എയർപോർട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹൈദരാബാദ്, ന്യൂഡൽഹി, ബംഗളൂരു, മുംബൈ, കൊച്ചി ഇതെല്ലാം ഈ PPP പ്രൊജക്റ്റിൻ്റെ സക്സസ്ഫുള്ളായ പ്രൊജക്റ്റുകളാണ്. എന്ന് വെച്ചാൽ ഹൈദരാബാദിലും കൊച്ചിയിലൊക്കെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകൾ വരുന്നത്. അതുപോലെ ഇന്ത്യയിൽ PPPക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റോൾ ഓഫ് മാർക്കറ്റ്. ദെൻ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനായിരിക്കും, റിലീജിയസ് അസോസിയേഷൻസ് ആയിരിക്കും, സോഷ്യൽ മൂവ്മെൻ്റ് ആയിരിക്കും, മെമ്പർഷിപ്പ് അസോസിയേഷൻ ആയിരിക്കും, ഇൻ്റർമീഡിയറ്ററി അസോസിയേഷൻസ് ആയിരിക്കും, ട്രഡീഷണൽ അസോസിയേഷൻ ആയിരിക്കും. ഇവയെല്ലാമാണ് സിവിൽ സൊസൈറ്റികൾ. ഈ സിവിൽ സൊസൈറ്റി സ്മോൾ വോളണ്ടറി ഗ്രൂപ്പായിരിക്കും. ഒന്നല്ലെങ്കിൽ ലോക്കൽ ഹെറിറ്റേജിൻ്റെ പ്രിസർവേഷൻ, അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സിവിൽ സൊസൈറ്റി വരിക. ഇപ്പോൾ ഈ സിവിൽ സൊസൈറ്റിയുടെ ഒരു എക്സാമ്പിളാണ് മസാദൂർ കിസാൻ ശക്തി സംഘദാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ടാണ് RTI ആക്ട് ഇന്നാക്ട് ചെയ്തതെന്ന്. സോ സിവിൽ സൊസൈറ്റിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ കൃത്യമായ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇവർ പോരാടുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത് പോലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പാർട്ട് സിവിൽ സൊസൈറ്റിക്ക് ഉണ്ട്. ഈ സിവിൽ സൊസൈറ്റി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി, യൂത്ത്, ഡെസ്റ്റിറ്റ്യൂട്ട് വുമൺ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, ഡിസേബിൾഡ് ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പോരാടാറ്. നീതി ആയോഗ് ഡിസ്കസസ് ദ സീനിയർ സിവിൽ സൊസൈറ്റി മെമ്പേഴ്സ് ടു മേക്ക് ദ പാർട്ട്ണർഷിപ്പ് സ്ട്രോങ്ങർ. ഈ നീതി ആയോഗ് എന്ന് പറഞ്ഞ സംരംഭം അത് ഈ സിവിൽ സൊസൈറ്റിയിലുള്ള ലീഡേഴ്സിനായിട്ടാണ് ഡിസ്കസ് ചെയ്യാറ്. കാരണം ഏതൊരു പ്രൊജക്റ്റും വളരെ സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇവരിലൂടെയാണ് ഡിസ്കസ് ചെയ്യാറെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇതുവരെ എന്താണ് പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ സ്റ്റേറ്റഡ് നോൺ സ്റ്റേറ്റ് ആയിട്ടുള്ള ഗവർണൻസിൻ്റെ പാർട്ടായ ഇന്ത്യയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റേറ്റിൻ്റെ ലെവലിൽ പാർട്ടായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്രം പ്രസിഡൻറ്റ് ടു ഗ്രാമപഞ്ചായത്ത് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നോൺ സ്റ്റേറ്റ് ആയിട്ട് വന്ന മാർക്കറ്റ്, സിവിൽ സൊസൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഗവർണൻസ് ക്യാൻ ബി മെഷേർഡ് അറ്റ് എ നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ലെവൽ ബൈ അസസിങ് ദ വേ ഇറ്റ് ഫങ്ഷൻസ്. എന്താണ് ഗവർണൻസ് നമുക്ക് നാഷണൽ, സ്റ്റേറ്റ്, ലോക്കൽ ലെവലിൽ അസസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പെർഫോമൻസ് മെഷർമെൻറ്റ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ആൻഡ് ഷോസ് ദ പബ്ലിക് സെക്ടർ ലെസ് ലൈക്ലി ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വിതൗട്ട് മെഷറിംഗ് ദ കോസ്റ്റ്, ഡെഡ്ലൈൻ, ടാർഗറ്റ്, ക്വാളിറ്റി ഓഫ് ദ വർക്ക് എക്സെട്ര. എന്താണ്
പെർഫോമൻസ് മെഷർമെൻ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്. അതെന്താണ്, പബ്ലിക് സെക്ടറിനെ ഷോ ചെയ്യുന്നു എന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സ്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഡെഡ് ലൈൻ ഇതൊന്നും നോക്കാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. കൗഫ്മാൻ കൊളാബറേറ്റഡ് വിത്ത് ദ വേൾഡ് ബാങ്ക് ടു ക്വാൻറ്റിഫൈ ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ് ബൈ യൂസിങ് ദ ഡാറ്റ ഓഫ് ഓവർ 200 കൺട്രീസ്. എന്താണ്, കൗഫ്മാൻ വേൾഡ് ബാങ്കുമായി കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ഗവർണൻസിനെ ക്വാൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനെ ക്വാൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്തു വേൾഡ് ബാങ്കുമായിട്ട്. ഏകദേശം 200 കൺട്രീസിൻ്റെ ഡാറ്റ എടുത്തിട്ട് അതുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ചതാണ് 6 ഡയമെൻഷൻസ്. ഈ ഒരു വേൾഡ് വൈഡ് ഗവേണൻസ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ആ ഒരു ഗവേണൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 6 ഡയമെൻഷൻസ് അദ്ദേഹം കണ്ടുപിടിച്ചു. ഫസ്റ്റ് വൺ വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, സെക്കൻഡ് വൺ പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ്, ഗവൺമെൻറ് എഫക്റ്റീവ്നെസ്, റെഗുലേറ്ററി ക്വാണ്ടിറ്റി, റൂൾ ഓഫ് ലോ ആൻഡ് കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഗുഡ് ഗവേണൻസ് ആണോ അവിടെ നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള 6 ഇൻഡിക്കേറ്റേഴ്സാണ് ഇത്. ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു രാജ്യം എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ, അവിടുത്തെ വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ സ്റ്റാബിലിറ്റി, ആബ്സെൻസ് ഓഫ് വയലൻസ്, റെഗുലേറ്ററി ക്വാളിറ്റി, റൂൾ ഓഫ് ലോ, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈസ് ദാറ്റ് ഗവൺമെൻറ് ഈസ് ഗുഡ്, ഈസ് ദാറ്റ് ഗവേണൻസ് ഈസ് ഗുഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ആദ്യത്തെ വോയിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ സിറ്റിസൺസ് തൻ്റെ കംപ്ലീറ്റ് ഫ്രീഡം, അതുപോലെ കൃത്യമായി അവർ റെസ്പോൺസിബിൾ ആണ്, അവരുടെ ആക്ഷൻസിൽ അവർ റെസ്പോൺസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ MGNREGA എന്ന് പറഞ്ഞ സോഷ്യൽ ഓഡിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിതൊക്കെ ഈ ഒരു ഒഫീഷ്യൽ റെക്കോർഡ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്ത് നമുക്കത് നോക്കാൻ സാധിക്കും. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വയലൻസ്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് പൊളിറ്റിക്കൽ പോളിസീസ് കൊണ്ടുവന്ന് എക്കണോമിക് സ്റ്റെബിലിറ്റി, സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കപ്പാസിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു മാനേജ് ഫിനാൻഷ്യൽ റിസ്ക്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നോക്കുക. അതുപോലെ ടെറർ അറ്റാക്കിനും അതുപോലെ മോബ് വയലൻസിനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണോ ഇവിടുത്തെ ഗവൺമെൻറ് ഉള്ളത് എന്നുള്ളത് നോക്കുക. എന്നുവെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിലാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലുള്ള ഗവേണൻസ് നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ദെൻ ഗവൺമെൻറ് എഫക്റ്റീവ്നെസ്, ഇറ്റ്സ് ദ പെർസെപ്ഷൻ ഓഫ് പബ്ലിക് സർവീസ് ക്വാളിറ്റി വിച്ച് ആർ റിസോഴ്സ് മൊബിലൈസേഷൻ, പ്രൊവൈഡിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള പബ്ലിക് സർവീസ് അവിടെ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കൃത്യമായ ഡ്രിങ്കിങ് വാട്ടർ എത്തുന്നുണ്ടോ, നല്ല ഹെൽത്ത് കെയർ ഉണ്ടോ, എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടോ, ഫുഡ് സെക്യൂരിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ദാറ്റ്സ് എ ഗുഡ് ഗവേണൻസ്. റെഗുലേറ്ററി ക്വാളിറ്റി എന്ന് വെച്ചാൽ ബിസിനസ് എൻ്റർപ്രൈസേഴ്സ്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ്, സിംപ്ലിഫൈഡ് ടാക്സസ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മൊണോട്ടറി പോളിസീസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്സ് ഒരു നാട്ടിലുണ്ടോ എന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആക്ട് ഓഫ് പാർലമെൻറ്റിലൂടെ ഇങ്ങനെ ഈ മാർക്കറ്റ് സെക്ടർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഗുലേറ്ററി ബോഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഇപ്പോൾ പ്രൈവറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് കോംപ്ലക്സ് ആയ സോഷ്യൽ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ ആ ഒരു ഹാർമണി അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നിയമങ്ങൾ കൃത്യമായി പ്രാവർത്തികമാക്കാൻ കൃത്യമായൊരു യോജിപ്പോട് കൂടി എല്ലാവരും ഉണ്ടോ എന്ന് നോക്കുക. ദ സ്റ്റേറ്റ് സേഫ് ഗാർഡ് ഇസ് സിറ്റിസൺ അഗെയിൻസ്റ്റ് ആർബിട്രറി ആക്ഷൻസ് ഓഫ് ദ സർവീസ് പ്രൊഡക്റ്റ് ആൻഡ് എൻഫോഴ്സ് റൈറ്റ് ആൻഡ് റെമഡി. എന്താണ് സിറ്റിസൺസിനെ സേഫ് ഗാർഡ് ചെയ്യുക, ഈ ഒരു അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് റെമഡീസ് കണ്ടുപിടിക്കുക, ഇത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രൊമോട്ട്സ് ആൻഡ് സസ്റ്റെയിൻസ് കോമ്പറ്റീഷൻ എമംഗ് സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് കൺസ്യൂമർ ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് അൺലോഫുൾ പ്രാക്ടീസ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്, സസ്റ്റെയിൻ ആയിട്ടുള്ള നിലനിന്ന് പോകുന്ന കോമ്പറ്റീഷൻ, സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഇടയിലുള്ള നിലനിന്ന് പോകുന്ന കോമ്പറ്റീഷനെ നിലനിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ അൺലോഫുൾ പ്രാക്ടീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ കൺട്രോൾ ഓഫ് കറപ്ഷൻ. ഡെഫിനറ്റ്ലി കറപ്ഷൻ ഈസ് എ മെയിൻ പ്രോബ്ലം. ഗവൺമെൻറ് ഹാൻഡിൽസ് കറപ്ഷൻ ആൻഡ് പ്രിവെൻറ്റ്സ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് എന്താണ് കറപ്ഷൻ ഹാൻഡിൽ ചെയ്യുകയും പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ ഗ്ലോബലൈസേഷന് മുമ്പ്
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ബട്ട് ഗ്ലോബലൈസേഷന് ശേഷം ഒരു ഹൈലി കറപ്റ്റഡ് ആയ രാജ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്നതോടുകൂടി ദെൻ ഉമങ് എന്ന് പറഞ്ഞ സംഭവം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ്. എന്ന് വെച്ചാൽ സിറ്റിസൺസിന് കൃത്യമായ ഇൻഫോർമേഷൻ കിട്ടുന്ന, ഒരു മാനിപ്പുലേഷൻ ഇല്ലാതെ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നറിയാൻ ഉമങ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നതാണ്. സോ ദാറ്റ്സ് എ തിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലുള്ളൂ. സോ വാട്ട് ആർ ദ തിങ്സ് വി ഡിസ്കസ്ഡ്? ഫസ്റ്റ് നമ്മൾ എന്താണ് ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക്, റോൾ ഓഫ് സ്റ്റേറ്റ് ആക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. സ്റ്റേറ്റ് ആക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ബോഡി, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് ബോഡി, ദെൻ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവർണൻസ്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവർണൻസ്, അതുപോലെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി. ദെൻ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആയിട്ട് റോൾ ഓഫ് മാർക്കറ്റ്, അതുപോലെ സിവിൽ സൊസൈറ്റി. ദെൻ ഗവർണൻസ് ഇൻഡിക്കേറ്റേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഗവർണൻസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദിസ് യൂണിറ്റ് ഈസ് ഈസി വൺ ബിക്കോസ് നമ്മുടെ ഇന്ത്യയെ കൃത്യമായി പിക്ചർ ചെയ്ത് തന്നിരിക്കുകയാണ്. സോ യു ക്യാൻ ഈസിലി സ്റ്റഡി ദിസ്. So study well. That's all about today. Thank you.